എടാ ഹീറോ, എന്തിനാ ഞങ്ങൾ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്? ഞാൻ നിങ്ങളോട് ഒരു റിക്വസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നതാ. ദയവ് ചെയ്ത് ഈ കാട് വെട്ടി നശിപ്പിക്കരുത്. മൃഗങ്ങളും അവരുടെ കുടുംബവും എങ്ങോട്ട് പോകും? നിങ്ങൾ തന്നെ പറയേ. അവരെങ്ങോട്ട് പോയാലും നമുക്കെന്താ? നമുക്കതൊരു പ്രശ്നമല്ല. എടാ ധിക്കാരം പിടിച്ച മനുഷ്യ, നിന്റെ ഈ ആക്രമണം ഒന്ന് നിർത്ത്. ഈ കാട് വെട്ടി നശിപ്പിക്കരുത്. ഈ മരങ്ങൾക്കുമുണ്ട് ജീവൻ. ആ കലക്കി കലക്കി, മനസ്സിന് തൃപ്തിയായി. എന്നാ പിടിച്ചോ, ഈ സമയത്ത് ചാറ്റ് കഴിക്കേ. ഇനിയൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഇപ്പൊ കാടിന്റെ രാജാവ് സിംഹം എന്ന് നിങ്ങളോട് സംസാരിക്കും. ഞാൻ ആരെയും വേദനിപ്പിക്കില്ല. ഞാൻ ഒറിജിനൽ സിംഹമല്ല, ഡമ്മി സിംഹമാണ്. എന്റെ ഗർജന ശബ്ദം റെക്കോർഡ് ചെയ്ത് വെച്ചതാണ്. പിന്നെ എന്റെ ഈ കോസ്റ്റ്യൂം, ഇത് കാണാൻ ശരിക്കും ഒറിജിനൽ പോലെ തന്നെ ഉണ്ടല്ലേ? അടിപൊളി, റിയൽ ആയിട്ടുണ്ട്. വെരി ഗുഡ് എൻട്രി. അതെ അതെ, എക്സലന്റ്. വാ. മഹാരാജാവേ, ഈ മനുഷ്യന്മാർ നമ്മൾ പറയുന്നതൊന്നും കേൾക്കാൻ തയ്യാറാവുന്നില്ല. നിങ്ങൾ മറ്റുള്ളവർക്ക് ഓർഡർ കൊടുക്കൂ രാജാവേ. ആനകൾ കൂട്ടമായിട്ട് ചെന്ന് മനുഷ്യന്മാരുടെ വീടൊക്കെ അടിച്ചു തകർക്കട്ടെ. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനായ ആനയെ ചെല്ലു. എന്നിട്ട് സിറ്റിയിലുള്ള മനുഷ്യരുടെ വീട് മുഴുവൻ അടിച്ച് പൊളിക്ക, നശിപ്പിക്ക. വേണ്ട വേണ്ട, ഞങ്ങളുടെ വീടൊക്കെ പൊളിച്ചു കഴിഞ്ഞാൽ ഞാനും എന്റെ ഭാര്യയും കുഞ്ഞുങ്ങളും എങ്ങോട്ട് പോവും? ഇത് തന്നെയല്ലേ ഞാൻ മൃഗങ്ങളുടെ കാര്യത്തിലും പറഞ്ഞത്. നീ ഈ കാട് വെട്ടി നശിപ്പിച്ചാൽ ഈ മൃഗങ്ങളും അതിന്റെ കുഞ്ഞുങ്ങളും എങ്ങോട്ട് പോകും? ഞങ്ങളോട് ക്ഷമിക്കണം. ഞങ്ങൾ ചെയ്ത് തെറ്റിയപ്പോ ഞങ്ങൾക്ക് മനസ്സിലായി. ഇനി ഒരിക്കലും ഞങ്ങൾ കാട് നശിപ്പിക്കില്ല. ഇത് നമുക്കെല്ലാവർക്കും ഒരു പാഠമാണ്. ചാട്ട് കഴിക്കാം, വരൂ. എല്ലാ നാടകവും കൊള്ളാമായിരുന്നു. പക്ഷേ കാടിന്റെ ആ നാടകം, അത് നമുക്കൊരു ലെസൺ ആയിരുന്നു. ഒരു ഗുരുതരമായ പ്രശ്നത്തിന് പരിഹാരം എങ്ങനെ ചെയ്യേണ്ടതെന്ന് അവർ പറഞ്ഞു തന്നു. ശരിക്കും അവരെ പ്രശംസിക്കേണ്ടതാണ്. ആ നാടകത്തിന് ഞാൻ ഫസ്റ്റ് പ്രൈസ് അനൗൺസ് ചെയ്യുന്നു. താങ്ക് യു സർ. വീർ, നീ എവിടേക്കാ ധൃതി വെച്ച് പോകുന്നത്? നിന്റെ വീട്ടിലേക്ക് ഒരുപാട് ദൂരമില്ലേ? എന്തായാലും ഒരു ചാട്ട് കഴിച്ചിട്ട് പോകൂ. എന്റെ അമ്മച്ചി, ആനക്കോണ്ട, ഒറിജിനൽ സിംഹം. അയ്യോ. എടാ ബണ്ടി, അത് ഡമ്മി സിംഹമാണ്. നിൽക്കവിടെ, നീ എങ്ങോട്ടായി ഓടുന്നത്? ഇമിലി, കുറച്ചു സമയത്തിനുള്ളിൽ ചെളിയെല്ലാം റെഡിയാകും. നീ ഇങ്ങോട്ട് വന്നേക്കുമില്ലേ? ചെടിയെല്ലാം റെഡിയായി കഴിഞ്ഞു. You are welcome, Emily.
ചിണ്ടു, നീ ആവശ്യമില്ലാതെ മാജിക് പവർ കാണിച്ചുകൊണ്ട് ഇവിടെ ജനങ്ങൾ കഷ്ടപ്പെടുകയാണ്. ഇവന്റെ വയറിനകത്ത് ഒരുപാട് പേരുടെ കാശും ആഭരണങ്ങളുമുണ്ട്. എത്രയും പെട്ടെന്നെല്ലാം പഴയതുപോലെ മാറ്റ്. ഇത് റിക്വസ്റ്റ് ആണോ അതോ ഓർഡർ ആണോ? ഇത് ഞാൻ തരുന്ന ഓർഡർ ആണ്. എന്നാ പിന്നെ ഞാനത് ചെയ്തേ പറ്റൂ. മാസ്റ്ററുടെ ഓർഡർ ജിന്നിനെ ഒരിക്കലും അനുസരിക്കാതിരിക്കാൻ പറ്റില്ല. അത് എങ്ങനെ പറയണമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ ഏതാണ്ട് ഒരു സ്വപ്നം കണ്ടതുപോലെയുണ്ട്. എന്റെ പിഗ്ഗി ബാങ്ക് ഓടിപ്പോയതുപോലെ തോന്നുന്നു. പിന്നെ അവൻ എല്ലാവരുടെയും ജ്വല്ലറീസ്, പേഴ്സ്, കോയിൻസ് ഒക്കെ കഴിക്കുമായിരുന്നല്ലേ? അവൻ നിന്നെ അടിച്ചങ്ങ് പുറത്താക്കിയല്ലേ? പിന്നെ റോബോബോയ് വന്ന് അവന്റെ കൂടെ ഫൈറ്റ് ചെയ്തല്ലേ? ആ, അതൊക്കെ നിനക്ക് എങ്ങനെ അറിയാം? എടാ ബണ്ടി, ചില സമയത്ത് നമ്മൾ എല്ലാവരും ഒരേപോലത്തെ സ്വപ്നങ്ങളാ കാണുന്നത്. എന്ത് ഒരേപോലെയുള്ള സ്വപ്നം കാണുന്നെന്നോ? എനിക്ക് എന്തുകൊണ്ട് അങ്ങനെയൊക്കെ തോന്നുന്നത്? എല്ലാരും ചേർന്ന് എന്നെ മണ്ടനാക്കിയതുപോലെ തോന്നുന്നു. ഈ കൊച്ചു പെണ്ണ ആള് കൊള്ളാമല്ലോ. അവളെന്നെ തള്ളി വീഴിക്കാൻ ശ്രമിച്ചു അല്ലേ? നിന്നെ ഞാൻ വെറുതെ വിടില്ല. ഞാൻ ആരാണെന്ന് ഇപ്പൊ കാണിച്ചു തരാം. നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എമിലി? ഇല്ല വീർ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. വീർ, എന്നെ രക്ഷിക്കൂ. ഞാനിപ്പോ താഴേക്ക് പോകും. സോറി, എന്റെ ബോസ് പറഞ്ഞിട്ടാ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത്. ഞാൻ നിനക്ക് വേണ്ടി കേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് വീർ. പ്ലീസ് എന്നെ രക്ഷിക്കൂ. എന്നെ ഒന്ന് രക്ഷിക്കൂ വീർ. താങ്ക് യു വീർ. നീ നല്ലവനാണ് വീർ. ബോസ് അറിയാതെ നിനക്ക് ഞാനൊരു സ്പെഷ്യൽ കേക്ക് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ദാ കണ്ടില്ലേ? എങ്ങനെയുണ്ട്? നിങ്ങൾ അവിടെ നിന്നോ, ഞാനിപ്പോ വരാം. ഹലോ മാക്സ്. ഇംലി, വേഗം അകത്ത് കയറ്. വണ്ടി ഇങ്ങോട്ട് വാ. നമ്മുടെ ഗാർഡനിൽ എല്ലാരും ചേർന്ന് ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യാം. അതെ അതെ, വരൂ ബണ്ടി. ഞാൻ ഇവിടെ വെച്ച് തന്നെ ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യും. ജനങ്ങളെ തേടി ഞാൻ ഒരിക്കലും പോകാറില്ല. ജനങ്ങൾ എന്നെ തേടിയാണ് വരുന്നത്. വീർ, വീർ, നിങ്ങളൊക്കെ ഇന്ന് എങ്ങോട്ടാ പോയത്? ഞങ്ങൾ എത്ര സമയമായിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യാ. ഞങ്ങള് സ്പെഷ്യൽ കേക്ക് ഓർഡർ ചെയ്യാൻ പോയതായിരുന്നു. വീർ, ആ സാന്റാക്ലോസ് എങ്ങോട്ടാ പോയത്? പറന്നു വന്ന് എല്ലാവർക്കും ഗിഫ്റ്റ് കൊടുക്കുന്ന ആളല്ലേ? അയാൾ അങ്ങനെ പറഞ്ഞത് കള്ളമാണോ? ഞാൻ എത്ര സമയം എന്റെ ടെറസിൽ വെയിറ്റ് ചെയ്തെന്നറിയോ? ഒരിക്കലുമല്ല. സാന്താക്ലോസ് തീർച്ചയായും വാക്ക് പാലിക്കും. അദ്ദേഹം ഉറപ്പായിട്ടും വരും. ചിണ്ടു, കുട്ടികൾക്ക് സാന്താക്ലോസിനെ കാണണമെന്നാ കുറെ ഗിഫ്റ്റും ആവശ്യം വരും. കുട്ടികളെ, വരൂ വരൂ, വന്ന് നിങ്ങളുടെ ക്രിസ്മസ് ഗിഫ്റ്റ് വാങ്ങിച്ചോളൂ. വീടിന്റെ കൂടെ
കൂടെ പോവാത്തോണ്ട് എന്താ പറ്റിയത് കണ്ടില്ലേ? അവൻ വിളിച്ചപ്പോ പോയിരുന്നെങ്കിൽ സാന്റയുടെ കൂടെ ആ രഥത്തിൽ കയറി ഒരു റൗണ്ട് പോയിട്ട് വരായിരുന്നു. വണ്ടി കേക്കി പേക്കി വേഗം വാ, ഇന്ന് ക്രിസ്മസ് ദിവസമാണ്. ഈ ദിവസം നമ്മൾ എല്ലാവരും ഒന്നിച്ച് ചേർന്ന് ആഘോഷിക്കണം. ഓക്കെ കുട്ടികളെ, എപ്പോഴും സൂക്ഷിച്ചിരിക്കണം കേട്ടോ. ആരോഗ്യം കാത്തു രക്ഷിക്കണം. എല്ലാവർക്കും എന്റെ ക്രിസ്മസ് ആശംസകൾ. അടുത്ത വർഷം കാണാം വീണ്ടും. ബൈ ബൈ.